ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ കുഞ്ഞൊരു വിഷു സെലിബ്രേഷനാണ്. എല്ലാവർക്കും ആദ്യം തന്നെ വിഷു ആശംസകൾ. എല്ലാവരും വിഷു ഒക്കെ അടിച്ചു പൊളിച്ച് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മളും കുഞ്ഞതായിട്ടൊന്ന് വിഷു സെലിബ്രേറ്റ് ചെയ്തു. ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചേർന്ന് അവരവർക്ക് പറ്റുന്ന വിധം കറികളൊക്കെ ഉണ്ടാക്കി അങ്ങനെ ഒരു കുഞ്ഞു വിഷു സെലിബ്രേഷനായിരുന്നു. നമ്മളും അങ്ങനെ കറികളൊക്കെ ഉണ്ടാക്കിയിട്ട് ബ്രോൻ്റെ വീട്ടിലോട്ടാണ് പോയത്. അവിടെയാണ് സെലിബ്രേഷനും കാര്യങ്ങളും ഒക്കെ. നമ്മൾ വിഷുവിൻ്റെ അന്നല്ല സെലിബ്രേറ്റ് ചെയ്തത്, നമ്മൾ അതിൻ്റെ തലേ വെള്ളിയാഴ്ചയാണ്. പ്രവാസികൾക്ക് അങ്ങനെയാണല്ലോ, വെള്ളിയാഴ്ചകളിലാണ് നമ്മൾ മിക്ക സെലിബ്രേഷനും സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഈദിന് മാത്രമല്ലേ ഉള്ളൂ ഇവിടെ ഹോളിഡേ വരുന്നത്. അങ്ങനെ വിശേഷ ദിവസങ്ങളിൽ, ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ നാട്ടിലല്ലേ. അപ്പം നമ്മളിവിടെ ഇവിടുത്തെ അവധി ദിവസം നോക്കിയിട്ട് അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യും. പിന്നെ ആദ്യം തന്നെ ഞങ്ങൾ പോയ ഉടനെ തന്നെ ലേഡീസിനെയും മക്കളെയാണ് ഇരുത്തിയിരുന്നത്. ഞങ്ങൾ പോയ ഉടനെ തന്നെ വിഷുക്കട്ടയും പൈനാപ്പിൾ കറിയും തന്നു. ശരിക്കും പറഞ്ഞാൽ പൈനാപ്പിൾ കറി അല്ല എൻ്റെ കോമ്പിനേഷൻ, നമ്മുടെ ശർക്കരപ്പാനിയാണ്. അടപ്രഥമനും പാലടയും നമ്മുടെ ലുലുന്ന് വാങ്ങിച്ചു. വെർമിസലി നികിത ഉണ്ടാക്കി. ബാക്കി എല്ലാ കറികളും ചോറും പപ്പടവും എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഉണ്ടാക്കിയത്. ഹൈസൂട്ടനെ ഞാൻ വിളിച്ച് കഴിപ്പിക്കാമെന്നോർത്ത് കുഞ്ഞിയെ ഞാൻ ഫസീനയുടെ കയ്യിൽ കൊടുത്തായിരുന്നു കഴിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഹൈസൂട്ടൻ്റെ വഴിക്ക് പോയി, ലേഹാബാബയുടെ വഴിക്ക് പോയി. പിന്നെ കുഞ്ഞി ഇച്ചിരി ഫസീനയുടെ കയ്യിലിരുന്ന് കഴിച്ചു. പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ പപ്പടം കണ്ടപ്പോൾ പായസൂട്ടനെ വന്നു. പായസം കൊടുക്കാന്ന് ഓർത്തപ്പോൾ അവൻ അങ്ങനെ പായസവും കുടിച്ചില്ല. സാധാരണ ഇഷ്ടമുള്ളതായിരുന്നു പായസം. പിന്നെ എല്ലാവരും കൂടെ ഉള്ള ആ ഒരു നിമിഷങ്ങൾ നല്ല കുറേ നിമിഷങ്ങളായിരുന്നു. അടിപൊളി ഫുഡും ആയിരുന്നു കേട്ടോ. പിന്നെ ജെൻസ് എല്ലാവരും കൂടി ഇരുന്നു, അവരൊക്കെ ഫുഡ് കഴിച്ചു. പിന്നെ അകത്ത് മക്കളെല്ലാവരും കൂടെ കളിക്കുവാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ കളി കാണുന്നത് കേട്ടോ. ഇത് എറണാകുളം സൈഡിലുള്ള കളിയാണെന്ന് തോന്നുന്നു. കുടു പാപ്പ മട്ടേ പാപ്പന്റെ ചെയിപ്പിരി കുടു പാപ്പ കുടു പാപ്പ മട്ടേ പാപ്പ ചെവിപ്പിരി കുടു കുടു പാപ്പ കുടു പാപ്പ മട്ടേ അല്ല കുടു കുടു പാപ്പ കുടു കുടു പാപ്പ ചെവിപ്പിരി വാവയാണ്. വാവ ഇന്നൂസിന്റെ പോലെ അല്ല, വാവയാണ് കുഞ്ഞത്, സോഫ്റ്റ് ആയിട്ട് കേട്ടോ. ഓക്കെ വാ ലേഹാനു മോനെ പിന്നെ ബ്രോൻ്റെ വീട്ടിൻ്റെ ജനലിലാണെങ്കിൽ ഒരു കിളി ഇങ്ങനെ അടയിരിക്കുമായിരുന്നു. അപ്പം ഞാനിങ്ങനെ ഗ്ലാസ്സിൽ കൂടി ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു അതിനെ. പിന്നെ ആളുകൾ കൂടി നിൽക്കുന്നത് ഫ്രൈഡേ മാർക്കറ്റ്, ബംഗാളി മാർക്കറ്റ് ഒക്കെ എന്നൊക്കെ പറയും. ഗ്രൗണ്ടിൽ എല്ലാ ദിവസവും ഉച്ച കഴിഞ്ഞ് ഇങ്ങനെ കാണാം. നമ്മളിവിടെ വരുമ്പോഴൊക്കെ ഇങ്ങനെ നോക്കും. സെക്കൻഡ് ഹാൻഡ് ഐറ്റംസ് ആണ് കൂടുതലും ഇങ്ങനെ വിൽക്കാൻ വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഞാൻ വിൻഡോ ഒക്കെ തുറന്നൊന്ന് കിളിയെ നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പതുക്കെ നോക്കിയതായിരുന്നു. അപ്പം 2 മുട്ടയാണത് വെച്ചിട്ട് അടയിരിക്കുന്നത്. പിന്നെ അതിനൊരു ഡിസ്റ്റർബൻസ് ആയത് കാരണം പിന്നെ ഞാനങ്ങ് പതുക്കെ അടച്ചു. ലേഹം വാവ ഇവിടെ ഇങ്ങനെ കിടപ്പുണ്ട്. ചെറിയൊരു നിർബന്ധവും ഒരു ചെറിയൊരു പനിയുടെ ഒരു ഇതൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് ചെറിയൊരു കേക്ക് കട്ടിങ് സെലിബ്രേഷൻ ഒക്കെ ആയിരുന്നു. ലിജോയുടെ ബർത്ത്ഡേ ആയിരുന്നു. അന്നേരം ചെറുതായിട്ട് നമ്മളൊരു കേക്കൊക്കെ വാങ്ങി കട്ട് ചെയ്തു. കോഫിയുടെ ഫ്ലേവറിലുള്ളൊരു കേക്കായിരുന്നു. നമ്മൾ ഈദിന് വാങ്ങിച്ച ആ ഒരു ഫ്ലേവർ തന്നെ ആയിരുന്നു കേക്കിന്. അപ്പം മക്കൾക്കൊക്കെ കൊടുക്കുവാണ്. ഐസൂട്ടനും ഇന്നൂസും ഹെസക്കിയ മോനും ഹാനിയൽ ബേബിയാണ് ഫ്രണ്ടിൽ തന്നെ കേക്ക് കട്ട് ചെയ്യാൻ നിന്നത്. കുഞ്ഞി ഇറങ്ങിയില്ല. കുഞ്ഞി എൻ്റെ കയ്യിൽ തന്നെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ലേഹാം വാവയും നാത്തൂൻ്റെ കയ്യിൽ തന്നെ ഇരിക്കുമായിരുന്നു. മോനും ഇറങ്ങിയില്ല. പിന്നെ എല്ലാവരും കേക്കൊക്കെ കഴിച്ചു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കലും വാങ്ങലും ഒക്കെ ആയിട്ട് അങ്ങനെ കുറേ നേരം നമ്മൾ അവിടെ ഇങ്ങനെ നിന്നു. കോഫി ഫ്ലേവറിലുള്ള കേക്കായിരുന്നു. നല്ല ടേസ്റ്റി ആയിരുന്നു. നമ്മളിവിടെ ബ്രൗണീസിൽ നിന്നാണ് വാങ്ങിയത്. കുവൈറ്റിലുള്ളവർ, ഫാഹിൽ, മെഹബുള്ള, മെങ്കഫെരിയിലുള്ളവരൊന്ന് വാങ്ങി ടേസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. നല്ലതാണ് കേട്ടോ. പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല. പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നു, കാര്യമൊക്കെ പറഞ്ഞു. അങ്ങനെ കുറച്ച് സമയം അങ്ങനെ പോയി. പിന്നെ ഹൈസൂട്ടൻ കേക്കിൻ്റെ അടുത്തുനിന്ന് മാറിയതേ ഇല്ല. അവൻ ഇങ്ങനെ കേക്ക് അതിനകത്തുനിന്ന് തോണ്ടി തിന്നോണ്ട് നിൽക്കുമായിരുന്നു. പിന്നെ വിഷുവിൻ്റെയും ബർത്ത്ഡേയുടെയും കുറച്ച് പിക്സ് ഞാനിവിടെ ആഡ് ചെയ്തേക്കാം, ഒന്ന് കണ്ടു നോക്കണേ. പിന്നെ നമ്മളിങ്ങ് വീട്ടിലേക്ക് ഇങ്ങ് പോണു. വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ, ടാറ്റാ.